ഹായ്, എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടും കൊഞ്ചുതീയൽ അങ്ങോട്ട് ശരിയാവുന്നില്ലേ? അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഒന്ന് നോക്കിയാലോ? ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ല കുറുകിയ ഒരു കൊഞ്ചുതീയലിൻ്റെ റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 15 കൊഞ്ച് ക്ലീൻ ചെയ്ത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതിലോട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് ഇതിലോട്ട് 2 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 10 ചെറിയുള്ളി സ്ലൈസ് ചെയ്തും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ പരട്ടി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തു വെച്ച പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ഒഴിച്ച് ഈ കൊഞ്ചൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ കൊഞ്ചെല്ലാം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഈ നേരം കൊണ്ട് നമുക്കിതിലോട്ട് വേണ്ട നാളികേരം ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് 2 പിടി നാളികേരം, 2 ചെറിയുള്ളി അരിഞ്ഞത്, 2 അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് നമ്മുടെ കൊഞ്ചിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഫ്ലേവറിന് വേണ്ടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കൊഞ്ചുതീയൽ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു നോൺ വെജിറ്റേറിയൻ കറിയാണ്. Thank you for watching.